പത്തനംതിട്ട ഇടുക്കി ജില്ലകൾക്കാണ് ഇന്ന് നിലവിൽ റെഡ് അലർട്ട് ഉള്ളത്. പുതിയ അറിയിപ്പുകൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. 8 ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ടും 4 ജില്ലകൾക്ക് യെല്ലോ അലർട്ടുമാണ് നിലവിലുള്ളത്. സംസ്ഥാനത്ത് മഴക്കാല മുന്നൊരുക്കങ്ങൾ പാളിയത് നമുക്ക് പ്രധാനമായും അറിയാവുന്നതാണ്. എന്തായാലും ഈ തലസ്ഥാനത്തടക്കം വെള്ളക്കെട്ട് അതിരൂക്ഷമായി തന്നെ തുടരുന്നൊരു സാഹചര്യമുണ്ട്. ഈ തിരുവനന്തപുരത്തെ കാര്യം മാത്രം എടുക്കുകയാണെങ്കിൽ കനത്ത മഴയിൽ ഇന്ന് രാവിലെയും മരങ്ങൾ കടപുഴകിയ വിവരങ്ങൾ വരുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് നമ്മളോടൊപ്പം പ്രശാന്ത് ശങ്കരമംഗലത്ത്, ഒപ്പം പത്തനംതിട്ടയിൽ നിന്ന് മിഥുൻ മുരളി എന്നിവരാണ് ചേരുന്നത്. ആദ്യം തലസ്ഥാനത്തെ വിവരങ്ങളിലേക്ക് കടക്കാം. കാരണം തലസ്ഥാനത്ത് ഇന്ന് രാവിലെ ഗതാഗത കുരുക്ക് രാവിലെ ആയതുകൊണ്ട് അത്രയധികം വാഹനങ്ങൾ ഇറങ്ങാത്തതുകൊണ്ട് മാത്രം തൽക്കാലം രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. 2 ഇടത്താണ് മരം കടപുഴകിയ റിപ്പോർട്ടുകൾ ലഭ്യമാകുന്നത്. പ്രശാന്ത്, ഗുഡ് മോർണിംഗ്. എന്തായാലും തലസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ തലവേദനയായി തുടരുന്നത് ഈ നിർത്താതെ പെയ്യുന്ന മഴ. അതൊരു പക്ഷേ മഴ കനക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ നിർത്താതെ പെയ്യുന്ന മഴ കാരണം പലയിടത്തും വെള്ളക്കെട്ട് അതിരൂക്ഷമായി തന്നെ തുടരുന്നൊരു സാഹചര്യം കൂടിയാണ്. പക്ഷേ ഈ വെള്ളക്കെട്ടിനെ കുറിച്ചാണ് പറഞ്ഞു വന്നത്. കാരണം ഈ നിർത്താതെ പെയ്യുന്ന മഴ അത് തലസ്ഥാന ജില്ലയിൽ, പ്രത്യേകിച്ച് ഈ സിറ്റിയിലെ ഈ ജനജീവിതം കാര്യമായി തന്നെ ബുദ്ധിമുട്ടിലാഴ്ത്തിയിട്ടുണ്ട്. ഗതാഗത തടസ്സം പോട്ടെ, ജനങ്ങൾക്കൊന്ന് നേരെ ചൊവ്വെ വഴി നടക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ. ഇനി ഈ വെള്ളക്കെട്ടുള്ള പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ജനങ്ങളുടെ ദുരിതമാകട്ടെ, അത് വിവരിക്കാൻ ആവുന്നതിലും അപ്പുറവുമാണ്. തീർച്ചയായും തലസ്ഥാനത്തേക്ക് വരികയാണെങ്കിൽ ജനജീവിതം ദുസ്സഹമാകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ചാക്കിലാണ്. ചാക്കിലടക്കം വെള്ളക്കെട്ട് രൂപപ്പെടുന്ന സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ തലസ്ഥാനത്തിൻ്റെ ഒട്ടുമിക്ക ഭാഗങ്ങളും, അതായത് തിരുവനന്തപുരം ജില്ലയുടെ ഒട്ടുമിക്ക ഭാഗങ്ങളിലും മാത്രമല്ല നഗര കേന്ദ്രീകൃതമായിട്ട് നിലവിലെ പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ വെള്ളക്കെട്ട് രൂപപ്പെടുന്ന സാഹചര്യമുണ്ട്. വെള്ളം കെട്ടിക്കിടക്കുന്ന സാഹചര്യമുണ്ട്. മറ്റ് ജന്തുക്കൾ അല്ലെങ്കിൽ ജീവജാലങ്ങളെല്ലാം ചത്തുപൊങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ ജനങ്ങൾക്ക് വഴി നടക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. മിക്ക ഓടകളും ചെറു തോടുകളെല്ലാം ഇത്തരത്തിൽ ഈ മഴ പെയ്തതോടെ വെള്ളം കയറുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടാകുകയും ചെയ്തിരുന്നു. നമുക്കറിയാം, കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി, കഴിഞ്ഞ 2 ദിവസങ്ങളായി ഇത്തരത്തിൽ മഴ തുടരുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതായത് ഒറ്റപ്പെട്ട രീതിയിൽ മാത്രമല്ല, അല്ലാതെ തന്നെ പരക്കെ മഴ പെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ ഇത്തരത്തിൽ തുടർച്ചയായ ഈ മഴ പെയ്തതോടെയാണ് ഇത്തരത്തിൽ ഈ വെള്ളക്കെട്ട് രൂപപ്പെടുന്ന സാഹചര്യമുണ്ടായത്. പല സ്ഥലങ്ങളിലും ഒരു പ്രത്യേകിച്ച് ഒരു സ്ഥലം മാത്രമല്ല, നമുക്ക് തമ്പാനൂരിലേക്ക് വരുവാണെങ്കിൽ തമ്പാനൂർ, അതുപോലെ തന്നെ മറ്റ് ഇങ്ങനെ പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ വെള്ളക്കെട്ട് രൂപപ്പെടുകയും ജനജീവിതം ദുസ്സഹമാക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, ഇത്തരം ഇതിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നൊരു നടപടികൾ സ്വീകരിക്കുവാൻ കഴിയാത്തതാണ് ഇത്തരത്തിൽ വെള്ളക്കെട്ട് രൂപപ്പെടാൻ കാരണമെന്നാണ് പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തൽ. അതായത് ഇതിൽ മഴക്കാല മുന്നൊരുക്കങ്ങൾ, പൂർവ്വ ശുചീകരണം അടക്കം നടത്തുന്നതിൽ വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. നമുക്കറിയാം, സംസ്ഥാനത്ത് ഒരു മന്ത്രി അടക്കം മേയറെ വിമർശിക്കുന്ന സാഹചര്യമെല്ലാം കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. ഇങ്ങനെ ആണ് നിലവിലെ സ്ഥിതി. ഇതെല്ലാം, അതായത് ഈ മഴ മുന്നിൽ കണ്ടുകൊണ്ട് പൂർവ്വ ശുചീകരണങ്ങൾ നടത്തുവാൻ സർക്കാരിനായില്ല, നഗരസഭയ്ക്കായില്ല, ഓടകൾ ശുചിയാക്കിയിട്ടില്ല, വെള്ളം കെട്ടിക്കിടക്കുന്ന സാഹചര്യമുണ്ട്, മണ്ണ് അടിഞ്ഞ് ഓടകളിലെല്ലാം മണ്ണടിഞ്ഞ് നിൽക്കുന്ന സാഹചര്യമുണ്ട്. ഇത്തരത്തിൽ വലിയ ദുരിതം ഈ സമസ്ത മേഖലകളിൽ വിധിക്കുന്ന സാഹചര്യമുണ്ട്. ഇതാണ് ഇത്തരത്തിലൊരു പ്രതിസന്ധിക്ക് കാരണമായത്. പല സ്ഥലങ്ങളിലും, നഗരത്തിലെ പല സ്ഥലങ്ങളിലും ഈ സമാന അവസ്ഥ തന്നെയാണ്. വെള്ളം കെട്ടിക്കിടക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. എന്തായാലും മഴയ്ക്ക് ശമനമില്ല, മഴ തുടരുകയും ചെയ്യുകയാണ്. വിവിധ ജില്ലകളിൽ മഴ തുടരുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. ഇന്ന് 2 ജില്ലകൾക്കാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിൽ പത്തനംതിട്ട, ഇടുക്കി ജില്ലകൾക്കാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 8 ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ടും, അതിതീവ്ര മഴ മുന്നറിയിപ്പായ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റ് ജില്ലകളിൽ, അതായത് കോഴിക്കോട് തൊട്ട് കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും മഴ ശക്തമായി തുടരുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. വലിയ ദുരിതമാണ് ഈ മഴ കൂടി വന്നതോടുകൂടി തലസ്ഥാനത്തെ നഗരവാസികൾക്കുണ്ടാകുന്നത്. വീടുകളിലടക്കം വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായി. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഈ മഴക്കാല ദുരിതം മൂലം, അതായത് വെള്ളക്കെട്ടിൽ വീണ് ഒരാൾ മരണപ്പെടുന്ന സാഹചര്യം അടക്കം ഉണ്ടാകുകയും ചെയ്തിരുന്നു. ഇത്തരത്തിലുള്ള ദുരിതങ്ങൾ വേറെയാണ് നിലനിൽക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു ഇതെല്ലാം നിലനിൽക്കുന്ന സാഹചര്യമാണുള്ളത്. അതായത് ഈ മഴക്കാല പൂർവ്വ ശുചീകരണങ്ങൾക്ക് സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി ഒരു വലിയ ദുരിതമായി എന്നതും വാർത്തകളായി വരുന്നുണ്ട്. അതായത് ഇത്തരത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് അനുവദിക്കാത്തതാണ് ഇത്തരത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കാതിരിക്കാൻ കാരണമായതെന്ന വിമർശനങ്ങളും ഉയരുന്നുണ്ട്. അതായത് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും നഗരസഭകൾക്കും അടക്കം നൽകേണ്ട തുക ഇത്തരത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നൽകിയില്ല. അങ്ങനെ നൽകാതിരുന്നതും ഈ ശുചീകരണങ്ങൾ മുടങ്ങുവാനുള്ള കാരണമായതായിട്ടും
വിലയിരുത്തലുകളുണ്ട്, വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. എന്തായാലും ശക്തമായി തന്നെ മഴ തുടരുകയാണ്. നിലവിൽ ഇപ്പോൾ കുറച്ച് മണിക്കൂറുകളായി ഈ തലസ്ഥാനത്തെ ഏതാനും ചില ഭാഗങ്ങളിൽ മഴ ശാന്തമായി നിൽക്കുന്നെങ്കിൽ പോലും കഴിഞ്ഞ ദിവസം രാത്രിയും അതുപോലെ തന്നെ പുലർച്ചെയും ഒക്കെ ശക്തമായ രീതിയിൽ മഴ പെയ്യുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. എന്തായാലും ഇനിയും ഈ സ്ഥിതി തുടരുകയാണെങ്കിൽ കൂടുതൽ കൂടുതൽ പ്രതിസന്ധിയിലേക്കായിരിക്കും ജനങ്ങൾ എത്തുക, ദുരിതത്തിലേക്കായിരിക്കും ജനങ്ങൾ എത്തുക എന്ന് തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നത്. നമുക്കറിയാം തലസ്ഥാനത്തിൻ്റെ മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായിട്ടുള്ള റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള കുഴികളാണ്. പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ കുഴികളെടുത്ത് വലിയ വലിയ കുഴികൾ, അതായത് ഒരാൾ പൊക്കത്തോളമുള്ള കുഴികളാണ് എടുത്തിട്ടിരിക്കുന്നത്. ഇതിൽ വെള്ളം നിറയുന്ന സാഹചര്യമുണ്ട്. മാത്രമല്ല മാൻഹോളുകളടക്കം നിറഞ്ഞ് കവിഞ്ഞ് പുറത്തേക്ക് ഒഴുകുന്ന സാഹചര്യമുണ്ട്, മലിനജലം ഒഴുകുന്ന സാഹചര്യമുണ്ട്. ഇതെല്ലാം വലിയ ദുരിതമാണ് വിതയ്ക്കുന്നത്. മാത്രമല്ല മറ്റൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് നമുക്കറിയാം, രോഗങ്ങൾ, പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുകയാണ് സംസ്ഥാനത്തുടനീളം. മഞ്ഞപ്പിത്തവും ഡെങ്കുവും അടക്കമുള്ള പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന സാഹചര്യമുണ്ട്. ഇത്തരത്തിൽ വെള്ളക്കെട്ടുകൾ രൂപപ്പെടുകയും അതിലൂടെ മലിനജലം ഒഴുകുകയും വീടുകളിലടക്കം മലിനജലം ചെല്ലുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിക്കും, കൂടുതൽ പകർച്ചവ്യാധിയിലേക്ക് എത്തുകയും ജനങ്ങളെ നിലയില്ലാ കയത്തിലേക്ക്, ദ്രുതക്കയത്തിലേക്ക് തള്ളിവിടുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകുകയും ചെയ്യും. ഇപ്പോഴും ഈ പകർച്ചവ്യാധി പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ പോലും ഒരു നിയന്ത്രണം നടത്തുവാൻ സർക്കാരിന് ഇതുവരെ ആയിട്ടില്ല. പല സ്ഥലങ്ങളിലും മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുന്നതായിട്ടുള്ള വാർത്തകളും നമ്മൾ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. ഇത്തരമൊരു സാഹചര്യം, ഒരു അസാധാരണമായ സാഹചര്യം നിലനിൽക്കുന്ന ഈ സ്ഥിതിക്ക് വെള്ളക്കെട്ടിന് പരിഹാരം ഉണ്ടായില്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഈ മലിനജലമടക്കം കെട്ടിനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അതിന് പരിഹാരം കണ്ടില്ലെങ്കിൽ അത് കൂടുതൽ പ്രതിസന്ധിയിലേക്കായിരിക്കും ചെന്നെത്തിക്കുക. നിലവിൽ തലസ്ഥാനത്തടക്കം വിവിധ ജില്ലകളിൽ മഴ ശക്തമായി പെയ്യുകയാണ്. മലയോര മേഖലകളിലും അതുപോലെ തന്നെ കടലോര മേഖലകളിലും ഗ്രാമപ്രദേശങ്ങളിലും അടക്കം ശക്തമായ മഴ പെയ്യുന്നുണ്ട്. മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. അതായത് ഉരുൾപൊട്ടലടക്കമുള്ള സാധ്യതകൾ കണക്കിലെടുത്തുകൊണ്ട് ഒരു മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മലയോര മേഖലയിലെല്ലാം ശക്തമായി മഴ പെയ്യുന്ന സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ തീരദേശ മേഖലകളിൽ വരെ നമ്മൾ തീരദേശ മേഖലയുടെ കാര്യം നോക്കുകയാണെങ്കിൽ കടൽക്ഷോഭത്തിന് സാധ്യതയുണ്ട്, ശക്തമായ തിരമാലയ്ക്ക് സാധ്യതയുണ്ട് എന്നതടക്കമുള്ള മുന്നറിയിപ്പുകളും നേരത്തെ തന്നെ ഈ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലാണ് ഈ സമസ്ത സ്ഥലങ്ങളിലും മേഖലകളിലും മഴ തകർത്തു പെയ്യുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ കൂടുതൽ ദുരിതത്തിലേക്ക് ജനങ്ങൾ തള്ളി വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നാണ് നമുക്ക് വിലയിരുത്താൻ കഴിയുക. ഇതിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കഴിയുന്ന അടിയന്തര നടപടികളെല്ലാം സാധിച്ചില്ലെങ്കിൽ അത് കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിക്കുകയും ചെയ്യും. നിലവിൽ തീരദേശ മേഖലകളിലേക്ക് വരികയാണെങ്കിൽ അവിടെയും ജനങ്ങളെ ഒഴിപ്പിക്കുന്നതടക്കമുള്ള നടപടികളോ അല്ലെങ്കിൽ ഈ കടലാക്രമണം മുന്നിൽ കണ്ടുകൊണ്ടുള്ള നടപടികളൊന്നും ഇതുവരെ നടന്നിട്ടില്ല. കൂടുതൽ ഇനി നിലവിൽ വേനൽ മഴയാണ് ഇപ്പോൾ ഈ ശക്തമായി പെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ആഴ്ച പിന്നിടുമ്പോൾ അത് കാലവർഷം കൂടി സംസ്ഥാനത്തേക്ക് വരും, കൂടുതൽ പ്രതിസന്ധിയിലേക്ക് എത്തുകയും ചെയ്യും. നിലവിൽ അതോടൊപ്പം തന്നെ കാലവർഷം, ഇനി വേനൽ മഴ ശക്തി പ്രാപിക്കുന്ന ഒരവസ്ഥ, ഇനി ന്യൂനമർദ്ദ പാത്തി, എല്ലാം കൂടെ വല്ലാത്തൊരു പ്രശ്നത്തിലാണ് ജനങ്ങളുള്ളത്. പ്രശാന്ത്, ഈ സ്മാർട്ട് സിറ്റിയുടെ കാര്യം കേൾക്കുമ്പോൾ തന്നെ ഇപ്പോൾ തലസ്ഥാനത്തെ ജനതയ്ക്ക് പേടിയാണ്. ഈ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഈ മഴക്കാലപൂർവ്വ ശുചീകരണത്തിന് പണം അനുവദിക്കാത്ത ധനവകുപ്പിൻ്റെ ഭാഗത്തുമുണ്ട് ഒരു തരത്തിലുള്ള വീഴ്ച. പ്രശാന്ത് നേരത്തെ ചൂണ്ടിക്കാട്ടിയത് ഈ തദ്ദേശ സ്വയംഭരണ വകുപ്പുകൾക്ക് ഈ മഴക്കാലപൂർവ്വ ശുചീകരണങ്ങൾക്ക് ഉൾപ്പെടെ ഉള്ളതിൽ പണം അനുവദിച്ചില്ല എന്നുള്ളൊരു ആക്ഷേപം ഉയരുന്നുണ്ട്. മറ്റു വകുപ്പുകളോട് പൊതുവെ ധനവകുപ്പിനൊരു ചിറ്റമ്മ നയമാണ്, സർക്കാരിൻ്റെ പ്രൊമോഷൻ അല്ലാതെ എന്നാണ് പരക്കെയുള്ള ആക്ഷേപം. അതുമായി ബന്ധപ്പെട്ട പല റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം ജനം TV ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ നൽകിയിരുന്നതുമാണ്. ഈ മഴക്കാലപൂർവ്വ ശുചീകരണങ്ങൾ അതുപോലെ പ്രവർത്തനങ്ങളൊന്നും നടപ്പിലാക്കാത്തത് ജനങ്ങളെ സാരമായി തന്നെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്നുമുണ്ട്. തീർച്ചയായും അങ്ങനെ വേണം പറയാൻ. അതായത് മഴക്കാലപൂർവ്വ ശുചീകരണവുമായി ബന്ധപ്പെട്ട യാതൊരു മുന്നൊരുക്കങ്ങളും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്ന് മാത്രമല്ല അതിന് ആവശ്യമായ ഫണ്ട് പോലും, തുക പോലും അനുവദിക്കുവാൻ സർക്കാരിന് കഴിഞ്ഞതുമില്ല. ഇതിൽ 30,000 രൂപ വീതം ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഓരോ വാർഡിലും നൽകണമെന്നായിരുന്നു ഇതിൽ. എന്നാൽ അത്തരത്തിലുള്ള നടപടികളിലേക്കൊന്നും സർക്കാർ കടന്നതുമില്ല. ഇത് സാമ്പത്തിക പ്രതിസന്ധി മൂലമാണ് എന്നാണ് നമുക്ക് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അറിയാൻ കഴിയുന്നത്. അതായത് ഇത്തരത്തിലുള്ള ശുചിത്വ മിഷനിൻ്റെ ഭാഗത്തുനിന്നും അതുപോലെ തന്നെ വാർഡുകളുടെ, പഞ്ചായത്തുകളുടെ ആയാലും ശരി, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തനത് ഫണ്ടിൽ നിന്നടക്കം ഇതിൽ നിന്ന് തുക എടുക്കേണ്ട സാഹചര്യമുണ്ട്. എന്നാൽ
ഇത് ഇത്തരത്തിലുള്ള തുക ഉപയോഗിക്കുവാൻ ഉള്ള ഒരു സാഹചര്യം ഉണ്ടായതുമില്ല. ഇതാണ് ഇത്തരത്തിലുള്ളൊരു പാളിച്ചയിലേക്ക് എത്തിയതും. ഈ മഴക്കെട്ടുകൾ അല്ലെങ്കിൽ മഴക്കെടുതി വരുന്നതോടുകൂടി തന്നെ ഇത്തരത്തിലുള്ള വെള്ളക്കെട്ടുകൾ രൂപപ്പെടുന്ന സാഹചര്യത്തിലെല്ലാം എത്തിയത് ഇത്തരത്തിലുള്ള ഗുരുതര വീഴ്ചയാണ്. നമുക്കറിയാം, നേരത്തെ തന്നെ പലതവണ സർക്കാർ ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ കാര്യം പറയുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യമുണ്ട്. എന്നാൽ സാമ്പത്തിക പ്രതിസന്ധി പറയുമ്പോഴും സർക്കാരിൻ്റെതായ കാര്യങ്ങൾ അല്ലെങ്കിൽ മന്ത്രിമാരുടെ കാര്യങ്ങൾ, യാത്ര, ഇത്തരം കാര്യങ്ങൾക്കൊന്നും ഈ സാമ്പത്തിക പ്രതിസന്ധി ഒരു വിധത്തിലും അലട്ടുന്ന പ്രശ്നവുമില്ല. എന്നാൽ മറ്റ് ഇതിലേക്കാണ്, അതായത് സാധാരണ ജനങ്ങളുടെ ആവശ്യങ്ങൾ, അത്തരം കാര്യങ്ങൾക്കാണ് ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ സർക്കാർ ഈ മുട്ടുന്യായങ്ങൾ പറയുകയും ചെയ്യുന്നത്. എന്തായാലും ഇത്തരത്തിലുള്ളൊരു പ്രതിസന്ധിയാണ് ഇപ്പോൾ ഈ ഫണ്ട് അനുവദിക്കുന്നതടക്കം തടസ്സമായി നിന്നതെന്നാണ് ഇപ്പോൾ പറയുന്നത്. നിലവിൽ ഇത്തരത്തിൽ തുക അനുവദിക്കുവാൻ കഴിഞ്ഞതുമില്ല. ഇത് വളരെ ഒരു ബുദ്ധിമുട്ട് സൃഷ്ടിക്കുകയൊക്കെ ചെയ്തു. മാത്രമല്ല, ഇതോടുകൂടിയാണ് ഇത്തരത്തിൽ ഈ പല സ്ഥലങ്ങളിലും ഈ വെള്ളക്കെട്ട് രൂപപ്പെടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാക്കുകയും ചെയ്തു. നമ്മൾ തലസ്ഥാനത്തേക്ക് വരികയാണ്. തലസ്ഥാനത്തും ഈ ഒരു സ്ഥിതിവിശേഷമാണ് നിലവിലുമുള്ളത്. നമ്മൾ ഈ ചാക്കയിലേക്ക് നിൽക്കുകയാണെങ്കിൽ ഇപ്പോഴാണ് ഇത്തിരി ആശ്വാസം ഉണ്ടാകുന്നത്. വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുന്നതിന് ഒരു ചെറിയ ആശ്വാസം ഉണ്ടാകുന്നത് ഇപ്പോഴാണ്. അതിൽ പല മാൻഹോളുകളും അതുപോലെ തന്നെ ഓടകളും അടക്കം നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുന്നൊരു സ്ഥിതിവിശേഷമൊക്കെ ഉണ്ട്. റോഡിലൂടെ സഞ്ചരിക്കാൻ കഴിയാത്തൊരു സാഹചര്യവും റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. നമ്മൾ ഇത്തരത്തിലുള്ളൊരു സ്ഥിതി ഉണ്ടാക്കിയെടുത്ത് തന്നെ ഈ സർക്കാരിൻ്റെ അനാസ്ഥയാണ്. പല സ്ഥലങ്ങളിലും നേരത്തെ തന്നെ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ മഴ കണക്കിലെടുത്തുകൊണ്ട് മഴ ശക്തമാകാൻ സാധ്യതയുണ്ടെന്നുള്ള മുന്നറിയിപ്പ് നേരത്തെ തന്നെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിരുന്നു. ആ മുന്നറിയിപ്പുകളുടെ ഒരു പശ്ചാത്തലത്തിൽ ഈ ശുചീകരണങ്ങൾ അടക്കം നടത്തണം. അതുപോലെ വെള്ളം കെട്ടിക്കിടക്കുന്ന സാഹചര്യങ്ങൾ ഇതൊക്കെ ഒഴിവാക്കുവാൻ മണ്ണ് അടക്കമുള്ളവ എടുത്തു നീക്കിക്കൊണ്ട് ഈ സുഗമമായിട്ടുള്ള വെള്ളം സഞ്ചരിക്കാനുള്ള മാർഗങ്ങളെല്ലാം സൃഷ്ടിക്കണമെന്ന് നേരത്തെ തന്നെ പറഞ്ഞെങ്കിൽ പോലും അതിനുള്ള നടപടിക്രമങ്ങളൊന്നും ആരംഭിച്ചതുമില്ല. ഇത് കൂടുതൽ പ്രതിസന്ധിയിലേക്ക് കടക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്തായാലും തലസ്ഥാനത്തേക്ക് വരുവാണെങ്കിൽ ദുരിതം എന്ന് തന്നെ വേണം പറയേണ്ടിയിരിക്കുന്നത്. പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ വെള്ളക്കെട്ടുകൾ രൂപപ്പെടുന്ന സാഹചര്യമുണ്ട്. ഈ സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ കുഴികളടക്കം വെള്ളക്കെട്ട് രൂപപ്പെടുന്ന സാഹചര്യമുണ്ട്. ഇനി കൂടുതൽ പ്രതിസന്ധി എന്ന് പറയുന്നത് ഒരാഴ്ച കഴിയുമ്പോഴേക്കും സ്കൂളുകൾ തുറക്കുന്ന സാഹചര്യമുണ്ട്. കുട്ടികൾ വിദ്യാലയത്തിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാകും. ഇത് കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിക്കുകയും ചെയ്യും. തലസ്ഥാനത്തേക്ക് വരുവാണെങ്കിൽ നിരവധി സ്കൂളുകളാണ് തലസ്ഥാനത്ത് മാത്രമായി ഉള്ളത്. ഇത്തരത്തിൽ വെള്ളക്കെട്ട് രൂപപ്പെടുന്നത്, അപകട ഭീഷണി മുഴക്കി നിൽക്കുന്നത് കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ അടക്കം ബാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. കാരണം പുറത്തേക്ക് ഇറങ്ങാൻ കഴിയത്തില്ല. കുട്ടികളെ കൂടി ജാഗ്രതയോടുകൂടി പറഞ്ഞേക്കേണ്ട സാഹചര്യമൊക്കെ ഉണ്ടാകും. നിലവിൽ ചെറിയൊരു ആശ്വാസത്തിന്റെ കാഴ്ചയാണ് അത് എന്നുള്ളത് തന്നെ ഭീതിജനകമാണ്. ചാക്കയിൽ പ്രധാനപ്പെട്ട റോഡാണ് അത്. എന്തായാലും കണ്ണു തുറക്കൂ സർക്കാരെ എന്നാണ് അലവറ ഇടുന്നത് ജനങ്ങളും. ഈ നഗരസഭയും സംസ്ഥാനവും ഒക്കെ ഭരിക്കുന്നത് ഒരേ സർക്കാരാണെന്നുള്ളതാണ് തിരുവനന്തപുരം നഗരത്തിൻ്റെ ഒരു അവസ്ഥ. എന്നിട്ടാണ് ഈ ഒരു ഗതികേട് ജനങ്ങൾക്ക്.